ഇറാനിൽ ഭരണമാറ്റം ഉറപ്പുവരുത്തുക എന്നിടത്തേക്കാണ് ഈ യുദ്ധത്തിൻ്റെ രണ്ടാം ഘട്ടത്തിലേക്ക് അമേരിക്കയും സാമ്രാജ്യത്വ ശക്തികളുമൊക്കെ പ്ലാനുകൾ തയ്യാറാക്കി മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇറാനെ ഇത് എത്രത്തോളമാണ് ബാധിക്കുക? ഇറാൻ ഇത് ബാധിക്കുമോ? ഇറാന് പ്രതിരോധിക്കാൻ കഴിയുമോ? റഷ്യയും ചൈനയും ഇടപെടുമോ? ഇന്ത്യയുടെ വ്യാപാര വാണിജ്യ താൽപ്പര്യങ്ങളെ ഇത് ബാധിക്കുമോ? അമേരിക്ക നേരിട്ട് യുദ്ധത്തിൽ ഇടപെടുമോ? ഇറാൻ പിടിച്ചു നിൽക്കുമോ? എങ്കിൽ എത്ര കാലം? അതല്ല, ഇറാൻ വിജയിക്കും. നമുക്ക് നോക്കാം. എല്ലാ കാലത്തും അമേരിക്ക ഒരു തികഞ്ഞ അവസരവാദ രാഷ്ട്രീയം കൊണ്ടു നടക്കുന്ന രാജ്യമാണ്. ഇറാൻ ഇസ്രയേൽ യുദ്ധം ആരംഭിച്ചപ്പോൾ അമേരിക്ക പറഞ്ഞു ഈ ആക്രമണം തങ്ങളുടെ അറിവോടെയോ സമ്മതത്തോടെയോ അല്ല എന്ന്. കൂടെ ട്രംപിനുള്ളിലെ സാമ്രാജ്യത്വം പുറത്തു വരാൻ തുടങ്ങി. യുദ്ധം നീണ്ടുപോയാൽ ഇസ്രയേലിനൊപ്പം തങ്ങൾ ചേരില്ല എന്ന് പറയാൻ ഒക്കില്ല എന്നായി അമേരിക്ക. അതേസമയം തന്നെ അമേരിക്കയുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ യുദ്ധക്കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്തു. പിന്നീട് തിങ്കളാഴ്ച അദ്ദേഹം തൻ്റെ ട്രൂത്ത് സോഷ്യലിൽ ഒരു കുറിപ്പ് പങ്കുവെക്കുകയാണ്. അതൊരു ഭീഷണി കുറിപ്പാണ്. അതിങ്ങനെയാണ്: എല്ലാവരും ഉടൻ ടെഹ്റാനിൽ നിന്നും ഒഴിഞ്ഞു പോകണം. ഞാൻ ഒപ്പിടാൻ പറഞ്ഞ കരാറിൽ ഇറാൻ ഒപ്പിടേണ്ടതായിരുന്നു. എന്തൊരു നാണക്കേടും മനുഷ്യജീവിതം പാഴാക്കലുമാണിത്. ഇറാന് ആണവായുധം കൈവശം വെക്കാൻ കഴിയില്ല എന്ന് ലളിതമായി ഞാൻ പറഞ്ഞു. ഞാനത് വീണ്ടും പറഞ്ഞു. എല്ലാവരും ഉടൻ തന്നെ ടെഹ്റാൻ വിട്ടുകൊള്ളണം എന്നായിരുന്നു ആ കുറിപ്പ്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ കേട്ടുകൊള്ളണം എന്ന്, ഇല്ലെങ്കിൽ അനുഭവിക്കും എന്ന്. അവിടെയും തീർന്നില്ല. G7 രാജ്യങ്ങൾ കാനഡയിൽ അവരുടെ ഉച്ചകോടിക്കായി സമ്മേളിക്കുകയാണ്. ഉച്ചകോടിയുടെ കരട് പ്രമേയത്തിൽ ഇറാൻ ഇസ്രയേൽ സംഘർഷം ലഘൂകരിക്കണം എന്ന ഒരു പ്രമേയമുണ്ടായി. എന്നാൽ ട്രംപ് ആ പ്രമേയത്തിൽ ഒപ്പുവെച്ചില്ലെന്ന് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന സമയം കൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമെന്നതിനാൽ വൈറ്റ് ഹൗസിലേക്ക് തന്നെ പോകണം, എനിക്ക് വൈറ്റ് ഹൗസിൽ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ഉച്ചകോടിയിൽ നിന്നും അമേരിക്കയിലേക്ക് ട്രംപ് പോവുകയും ചെയ്തു. ഇപ്പോൾ അമേരിക്ക അടുത്ത ഒരു പ്ലാനിലാണ്. ആ പ്ലാനിലേക്ക് വരുന്നതിന് മുൻപ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മുൻ ദിവസങ്ങളിൽ എന്ന പോലെ അതിതീവ്രമായ ആക്രമണം ഇറാനുമേൽ ഇസ്രയേൽ നടത്തിയില്ല എന്നതും ഇറാൻ തിരിച്ചും നടത്തിയില്ല എന്നതുമൊക്കെ തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. അങ്ങനെ നടത്തി എന്ന വാർത്തയും മറുഭാഗത്തുണ്ട്. ഇത് രണ്ടും സ്ഥിരീകരിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ രണ്ട് ഭാഗങ്ങളിലെയും കൂടുതൽ അപ്ഡേഷനുകൾ വന്നിട്ടില്ല എന്നതുകൊണ്ടും വലിയ നാശനഷ്ടങ്ങളൊന്നും ഈ വാർത്താ ചാനലുകൾ ആക്രമിച്ചു എന്ന തരത്തിലൊക്കെ വാർത്തകളുണ്ട് എന്നതിനപ്പുറത്തേക്ക് കൂടുതൽ സ്ഥലങ്ങളിലും ആക്രമണങ്ങൾ, പക്ഷേ അതിൻ്റെ തീവ്രത എത്രത്തോളം എന്നത് സംബന്ധിച്ചുള്ള വലിയ വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടില്ല എന്നത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പ്രധാനമായും യുദ്ധം രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുകയാണ് എന്ന് വേണം നിരീക്ഷിക്കാൻ. എന്ന് വെച്ചാൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്നു എന്ന സൂചനകൾ വന്നു തുടങ്ങി. അതിന് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശ്രദ്ധിക്കുക. ഇന്ത്യ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ ഇറാനിലുള്ള ഇന്ത്യൻ വിദ്യാർത്ഥികളും പൗരന്മാരും ഉടൻ ഇന്ത്യയിലേക്ക് തിരിക്കണമെന്ന് ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ചൈനയും പാകിസ്ഥാനുമെല്ലാം തങ്ങളുടെ പൗരന്മാരോട് മാതൃരാജ്യത്തേക്ക് തിരിക്കാനും പറയുന്നു. അമേരിക്കയാകട്ടെ ഇസ്രയേലിലുള്ള അമേരിക്കൻ പൗരന്മാരോടും ഉടൻ തിരിച്ചു വരാൻ ആവശ്യപ്പെടുന്നു. ഇതൊരു സൂചനയാണ്, തുറന്ന പോരിലേക്കുള്ള സൂചന. ഇവിടെയാണ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു എന്ന സൂചനകൾ വരുന്നത്. ട്രംപിൻ്റെ മുൻ പ്രസ്താവന നോക്കുക. ആവശ്യമായ ഘട്ടത്തിൽ തങ്ങൾ ഇടപെടില്ലെന്ന് പറയാൻ ഇപ്പോൾ പറ്റില്ല എന്നായിരുന്നു ഒന്നാമത്തേതെങ്കിൽ, രണ്ടാമത്തേത് ഏഷ്യയിലെ ഏറ്റവും വലിയ അമേരിക്കയുടെ വിമാനവാഹിനി കപ്പൽ പശ്ചിമേഷ്യയിലേക്ക് പറഞ്ഞയച്ചതാണ്. മറ്റൊന്നാളുകളോട് ടെഹ്റാൻ വിടണമെന്ന് പറഞ്ഞതാണ്. നാലാമത്തെ കാര്യം ഇറാൻ ആണവ കരാറിൽ ഏർപ്പെടണം എന്ന് ഭീഷണി മുഴക്കിയതാണ്. ഇറാൻ ആണവ ചർച്ചകളിൽ നിന്നും പിന്മാറിയതാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും പിറകോട്ട് പോകാൻ ഒരു സാധ്യതയും നിലവിലില്ല. ഇനി ഇന്നലെ പുറത്തു വന്ന മറ്റൊരു വാർത്ത ശ്രദ്ധിക്കുക. ആയത്തുള്ള അലി ഖാംനെയിയെ വധിക്കാൻ ഇസ്രയേൽ ശ്രമിച്ചുവെന്നും അദ്ദേഹത്തെ വധിക്കുന്നതിൽ നിന്ന് ഇസ്രയേലിനെ തടഞ്ഞത് ട്രംപാണെന്നുമുള്ള ഒരു വാർത്ത പുറത്തു വന്നത് നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. പിന്നീട് ഖാംനെയി കുടുംബസമേതം ബങ്കറിലേക്ക് മാറി എന്നതും വാർത്തയായി. ഇതൊരു പ്രൊപ്പഗണ്ടയാണ്. നെതന്യാഹു രാജ്യം വിട്ടു എന്ന പ്രചാരണത്തെ ഇസ്രയേൽ മറികടന്നത് ഇറാൻ ആക്രമണത്തിൽ തകർന്ന ടെല്ലവീവിലെ കെട്ടിടങ്ങൾ ഈ നെതന്യാഹു സന്ദർശിച്ചുകൊണ്ടാണ് എന്ന് നമ്മളിവിടെ ശ്രദ്ധിക്കണം. ഇതുപോലൊരു പ്രൊപ്പഗണ്ട ക്രിയേറ്റ് ചെയ്ത് ഇതാ ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന നരേഷൻ സൃഷ്ടിച്ചെടുക്കുകയും അതിലേക്ക് ആഴ്ന്നിറങ്ങുകയും ചെയ്യുക എന്നതാണ് ഇവിടെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട കാര്യം.
ഇറാനോ ഹിസ്ബുള്ളയോ ഹൂത്തികളോ ഒരു മിസൈൽ അയച്ചാൽ പൊടുന്നനെ ബങ്കറിലേക്ക് മാറുന്ന മന്ത്രിസഭാ യോഗം പോലും ബങ്കറിൽ വെച്ച് നടത്തുന്ന നെതന്യാഹുവാണ് ഇറാൻ പരമോന്നത നേതാവ് ബങ്കറിൽ കഴിഞ്ഞു എന്ന വാർത്തയ്ക്ക് പിന്നാലെ കൂടുന്നത് എന്ന് നമ്മളിവിടെ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഇറാനിൽ ഭരണമാറ്റം സംഭവിക്കാൻ പോകുന്നു എന്ന പ്രതീതി വർദ്ധിപ്പിക്കുകയാണ് അമേരിക്ക ചെയ്യുന്നത്. ഞങ്ങൾ പ്രത്യക്ഷമായി ഇസ്രയേലിനൊപ്പം യുദ്ധം ചെയ്യേണ്ടി വന്നാൽ ചെയ്യുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ആ ഒരു ലക്ഷ്യത്തിന് പിറകിൽ. ഒരു കാര്യം ഉറപ്പാണ്, അധികം വൈകാതെ തന്നെ അമേരിക്ക ഇസ്രയേലിനൊപ്പം ചേർന്ന് ഇറാനെതിരെയുള്ള ആക്രമണങ്ങൾക്ക് തുടക്കമിടും. ഫ്രാൻസിൻ്റെ മാക്രോണും പിന്നീട് ബ്രിട്ടനും കൂടെ കൂടും. ആ നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നതും സാമ്രാജ്യത്വം ആ നിലയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇവിടെയാണ് നെതന്യാഹു നടത്തിയ മറ്റൊരു പ്രസ്താവന കൂട്ടിവായിക്കപ്പെടുന്നത്. ആയത്തുള്ള അലി ഖാംനെയി ഭരണത്തിൽ നിന്നും മാറിയാൽ യുദ്ധം അവസാനിക്കുമെന്നായിരുന്നു നെതന്യാഹുവിൻ്റെ ആ പ്രസ്താവന. ഇത് ഇറാനിലെ പ്രതിപക്ഷ കക്ഷികൾക്കുള്ള അവസരമൊരുക്കലാണ്. സാമ്രാജ്യത്വത്തിനൊപ്പം ചേർന്ന് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കാനും ആയത്തുള്ള ഖുമൈനിയെ അട്ടിമറിക്കാനും ഞങ്ങൾ നടത്തുന്ന ശ്രമങ്ങളിൽ കൂടെ കൂടണമെന്നുമുള്ള അഭ്യർത്ഥനയും ആഹ്വാനവുമായിരുന്നു നെതന്യാഹുവിൻ്റേത്. ഇറാനിൽ പ്രതിപക്ഷം ആ തീരുമാനത്തിനൊപ്പം നിൽക്കും എന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ രാജ്യത്തിൻ്റെ പ്രതിസന്ധി ഘട്ടത്തിൽ രാജ്യത്തോടൊപ്പം നിൽക്കുക എന്ന നിലപാടാണ് പ്രതിപക്ഷം കൈക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ആ രാജ്യത്തിനും പ്രതിപക്ഷത്തിനും കൊള്ളാം. ചൈനയും റഷ്യയും ഇറാന് പിറകിൽ ശക്തമായി അണിനിരക്കാത്തിടത്തോളം ഇറാൻ പോരാട്ടവീര്യം കാഴ്ചവെച്ച് ഒടുവിൽ കീഴടങ്ങേണ്ടി വരുമെന്നും നിരീക്ഷിക്കുന്നവർ ഏറെയുണ്ട്. അങ്ങനെ കരുതുന്നവർ തന്നെയാണ് അമേരിക്കയും ഇസ്രയേലും ഫ്രാൻസും ഉൾപ്പെടെയുള്ള സാമ്രാജ്യത്വ ശക്തികളെന്ന് നമ്മളിവിടെ പ്രത്യേകം നോക്കണം. ഇറാൻ്റെ വിജയം റഷ്യയുടെ പ്രത്യക്ഷമായ പിന്തുണയെ ആശ്രയിച്ചിരിക്കും എന്നതും ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ്. അങ്ങനെ സംഭവിക്കാതെ ഇറാൻ കീഴടങ്ങിയാൽ ഇറാഖിലേതുപോലെ ലിബിയയിലെയും അഫ്ഗാനിസ്ഥാനിലെയും എന്തിനേറെ സിറിയയിലേതും പോലെ ഒരു പാവ ഗവൺമെൻറ് ഇറാനിൽ വന്നേക്കും. റഷ്യയെ മാറ്റി നിർത്തിയാൽ ചൈനയാണ് പിന്നൊരു ഇറാൻ്റെ രക്ഷകൻ. ഇറാൻ കയ്യിൽ നിന്നും പോയാൽ അത് ഏറ്റവും നന്നായിട്ട് ബാധിക്കുക ചൈനയെ തന്നെയാണ്. കാരണം അമേരിക്കയുടെ പാവ ഗവൺമെൻറ്റുകൾ ഇറാനിൽ വന്നാൽ മേഖലയിലെ ചൈനയുടെ താല്പര്യങ്ങൾ അത് സാരമായിട്ട് തന്നെ ബാധിക്കും. ചൈനയുടെ നിലനിൽപ്പിന് അത് ഭീഷണിയാകുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും. ഇന്ത്യയെ സംബന്ധിച്ച് മേഖലയിൽ എന്ത് സംഭവിച്ചാലും ഇന്ത്യക്ക് പ്രശ്നമില്ല. ഭരണം മാറി മറ്റ് ഗവൺമെൻറ് വന്നാലും ഇന്ത്യയുടെ ഇപ്പോഴത്തെ വ്യാപാര വാണിജ്യ സംവിധാനങ്ങളെ പുനഃക്രമീകരിക്കാൻ ഇന്ത്യക്ക് കഴിയും എന്നതുകൊണ്ട് തന്നെ ഇന്ത്യ ഈ വിഷയത്തിൽ ഒരുപക്ഷെ ഇടപെടുമോ എന്ന് ഇപ്പോൾ നമുക്ക് പറയാൻ കഴിയുകയുമില്ല. ചൈനക്ക് മേഖലയിൽ അമേരിക്കയുടെ താല്പര്യങ്ങൾ തടയാൻ കഴിയാതെ വരികയും റഷ്യക്ക് തങ്ങളുടെ സ്വന്തം സഖ്യകക്ഷി നഷ്ടമാവുകയും അവരുദ്ദേശിക്കുന്ന മേൽക്കോയ്മ നഷ്ടപ്പെടുകയും ചെയ്യും എന്നതാണ്. പക്ഷേ ഇത്തരമൊരു സാഹചര്യം സംജാതമാക്കാൻ അമേരിക്കയും ഇസ്രയേലും നന്നായി വിയർക്കുമെന്നും പറയാതിരിക്കാൻ കഴിയില്ല. ഈ സാഹചര്യങ്ങൾ എത്ര അനുകൂലമാകുന്നോ അതനുസരിച്ചാകും അമേരിക്ക കളത്തിലിറങ്ങുക. അതിലേക്കുള്ള വഴിവെട്ടലാണ് ഇപ്പോഴത്തെ മാറിയുള്ള അമേരിക്കയുടെ നയമാറ്റങ്ങൾ. അത് ബോധപൂർവം സൃഷ്ടിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അമേരിക്ക വന്നാലും ഇസ്രയേൽ വന്നാലും തങ്ങൾ പോരാടുക തന്നെ ചെയ്യുമെന്ന നിലപാടുള്ളത് കൊണ്ട് തന്നെ അവരെ അത്ര പെട്ടെന്ന് അങ്ങനെ കീഴ്പ്പെടുത്തി കളയുകയും സാധ്യമല്ല. waytonikah.com, the exclusive Muslim matrimonial site.